പത്തനംതിട്ടയിൽ ഇന്നലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ബിജെപി ആർഎസ്എസ് പ്രവർത്തകരാണ് കൊലയാളികളെന്ന് സിപിഎം. പ്രദേശത്ത് മുൻപ് രാഷ്ട്രീയ തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. പെരുന്നാട് നടത്തുമൊഴി ഇന്ന് വൈകിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി ബിജെപി ആർഎസ്എസ് പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. സംഘർഷം തന്നെയായിരുന്നു. ഇന്ന് വൈകിട്ട് നടന്ന സംഘർഷത്തിലാണ് ജിതിൻ കൊല ചെയ്യപ്പെട്ടത്. അതേസമയം കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ സംഘർഷമല്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. സംഭവത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് റാന്നി പെരുന്നാട് സ്വദേശിയായ ജിതിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, ഇന്നലെ രാത്രി ഉണ്ടായ ഈ സംഘർഷത്തിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഈ ലോഡിംഗ് തൊഴിലാളിയായ ജിതിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? ഇന്നും രാത്രി 11 മണിക്കാണ് ഇത്തരം ഒരു സംഭവം റാന്നി മടത്തുമ്പോഴിൽ ഉണ്ടാവുന്നത്. ഈ കൊല്ലപ്പെട്ട ജിതിനും ബിജെപി ആർഎസ്എസ് പ്രവർത്തകരുമെന്ന് ജില്ലാ സെക്രട്ടറി പറയുന്ന വ്യക്തികൾ തമ്മിൽ ചില സംഘർഷങ്ങളും വാക്കേറ്റവും ഉണ്ടായി. ആദ്യം വാക്കേറ്റം ഉണ്ടാവും, പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് മാറുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്യുകയായിരുന്നു. ആ കത്തിക്കുത്തിലാണ് ജിതിൻ കൊല്ലപ്പെടുന്നത്. തുടർന്ന് പരിക്കേറ്റ 2 പേരെ കൂടി ആശുപത്രിയിൽ രാത്രി തന്നെ പാർട്ടി പ്രവർത്തകർ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്തായാലും ഇതൊരു രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയ്ക്കാണ് സിപിഎം പറയുന്നത്. ബിജെപി പ്രവർത്തകരും ആർഎസ്എസ് പ്രവർത്തകരുമാണ് ജിതിനെ കൊലപ്പെടുത്തിയെന്നാണ് സിപിഎം ഇപ്പോൾ ആരോപിക്കുന്നത്. നേരത്തെയും ഈ പ്രദേശത്ത് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഇരുഭാഗം തമ്മിൽ സിപിഎമ്മും ആർഎസ്എസും അതുപോലെ ഡിവൈഎഫ്ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാരണം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഈ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം നിലയ്ക്ക് തന്നെയാണ്. കാരണം ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത്. എന്തായാലും ഇന്നലെ ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത്. ഈ കത്തിക്കുത്തിന് ശേഷം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജിതിൻ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് അനന്ത് എന്ന് പറയുന്ന ജിതിന്റെ സുഹൃത്തിനെയും ഒപ്പം ജിതിനെയും കൂടെ ഇന്നലെ രാത്രി 11 മണിക്കാണ് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്തായാലും സംഭവം എന്താണ് പോലീസ് പറയുന്നതിന് രാഷ്ട്രീയമായുള്ള കൊലപാതകമല്ല, നേരെ മറിച്ച് വാക്കുതർക്കത്തിലുണ്ടായ കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ സിപിഎമ്മിന്റെ ആരോപിക്കുന്നത് രാഷ്ട്രീയ ബിജെപി ആർഎസ്എസ് പ്രവർത്തകർ നിരന്തരം അവിടെ പല പ്രാവശ്യവും ഇത്തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് സിപിഎം ഈ കൊലപാതകത്തെ കാണുന്നത്. എന്തായാലും അത്തരൊരു ആരോപണം കൂടി സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇതിനെ കുറിച്ച് കൊലപ്പെടുത്തിയ പ്രധാന പ്രതിയാണ് ഇനി പിടിയിലാണുള്ളത്. അയാൾ ഒളിവിലാണ്. എന്തായാലും പോലീസ് ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയാണ് പത്തനംതിട്ടയിൽ CITU പ്രവർത്തകനായ ജിതിനെ രാത്രി 11 മണിയോടെ കൊലപ്പെടുത്തിയത്. സംഭവത്തിന് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്ന് CPM ആരോപിക്കുന്നു. പോലീസ് പറയുന്നത് വാക്തർക്കമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കാൻ കാരണമെന്നാണ്.